Arthropoda, mollusca, echinodermata, chordata. Next phylum is Arthropoda. ഏതാ അടുത്തത്? ആർത്രോപോഡ. അല്ലേ? എല്ലാ ഇൻസെക്റ്റുകളൊക്കെ വരുന്ന ഫൈലാണ് ആർത്രോപോഡ. Then first character, the excretory organ. ആർത്രോപോഡിന്റെ ഇൻസെക്റ്റിന്റെ എക്സ്ക്രിറ്ററി ഓർഗൻ ഏതാ? 8ലോ 9ലോ ഒക്കെ പഠിച്ചില്ലേ? യെസ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. സോ excretory organ is Malpighian tubules attached with their alimentary canal. For excretion and osmoregulation they have Malpighian tubules. ഒരൊറ്റ ക്യാരക്ടറെ പഠിക്കാനുള്ളൂ, Malpighian tubules. Then we have studied examples for arthropods as 4 groups. ആർത്രോപോഡിൽ മാത്രം നമ്മൾ 4 ഗ്രൂപ്പായിട്ടാണ് എക്സാമ്പിൾ പഠിച്ചത് അല്ലേ? ഓർക്കുന്നില്ലേ? യെസ്. വൺ ഈസ് ദി എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ് ഇതിൽ നമ്മൾ 3 എക്സാമ്പിളാണ് പഠിച്ചത്. വൺ ഈസ് എപ്പിസ് ഓർ ഹണി ബി. എന്താ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്? ടു പ്രൊഡ്യൂസ് honey and wax. Then bee, Bombyx, ഇതിന്റെ ജീനസ് നെയിം. ഓർ സിൽക്ക് മോത്ത്, സിൽക്ക് വോം. എന്താ അതിന്റെ ഇമ്പോർട്ടൻസ്? പ്രൊഡ്യൂസ് സിൽക്ക്. ആൻഡ് തേർഡ് ഈസ് ലാസിഫർ ഓർ ലാക്ക് ഇൻസെക്ട്, പ്രൊഡ്യൂസ് ദി ലാക്ക്. ഈ 3 എണ്ണം എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സിൽ എപ്പിസ്, ബോംബിക്സ്, ലാസിഫർ. അങ്ങനെ പഠിക്കണം. എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക? 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സിന്റെ പേര് എഴുതാൻ പറയും. അങ്ങനെ തന്നെ ചോദിക്കും പരീക്ഷക്ക്. ദെൻ രണ്ടാമതിന് പഠിച്ചിട്ട് വെക്ടേഴ്സ്. എന്താ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? The insects which transmit diseases. രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾക്കാണ് വെക്ടേഴ്സ് എന്ന് പറയാ അല്ലേ? ഏതാ അതിൽ പഠിച്ചത്? യെസ്, മോസ്കിറ്റോ. ആ മോസ്കിറ്റോയിൽ 3 ജീനസ് പഠിച്ചു അല്ലേ? ഏതൊക്കെ? ദാറ്റ് ഈസ് ക്യൂലെക്സ്, അനോഫിലസ് ആൻഡ് ഇഡിസ്. ക്യൂലെക്സ്, അനോഫിലസ്, ഈഡിസ് ഇവരൊക്കെ രോഗം പരത്തുന്നതാണ്. ക്യൂലെക്സ് എലിഫന്റിയാസിസ് മന്ത് പരത്തും. അനോഫിലസ് മലേറിയ മലമ്പനി പരത്തും. ഈഡിസ് ചിക്കൻ ഗുനിയൊക്കെ പരത്തും അല്ലേ? സോ ദി എക്സാമ്പിൾസ് ആർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ആൻഡ് വെക്ടേഴ്സ്. ഇപ്പൊ 2 വെക്ടറിന്റെ പേര് എഴുതാൻ പറയും. അങ്ങനെയൊക്കെ തരും. അല്ലെങ്കിൽ ഇതിൽ തന്നിട്ട് ഇവയെ 2 ഗ്രൂപ്പാക്കി തിരിക്കാനൊക്കെ പറയണം. എന്താണ് ആർത്രോപോഡയിൽ ഓർത്തിരിക്കാനുള്ളത്? ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഫോർ എക്സ്ക്രിഷൻ ആൻഡ് എക്സാമ്പിൾസ് ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ആൻഡ് വെക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് ഫൈലം മൊളുസ്ക. ഫൈലം മൊളുസ്ക. ഫൈലം മൊളുസ്ക പഠിച്ചപ്പം ഓർത്തിരിക്കാൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. എന്താണ്? പോയാനോസൈറ്റ്സ് ഇൻ പോരിഫറ, നിഡോബ്ലാസ്റ്റ് ഇൻ നിഡേറിയ, നെഫ്രീഡിയ ഇൻ അനലീഡ. അതുപോലെ യെസ്, റാഡുല. That is, you have to remember here. So they have radula. Radula is a file-like rasping organ present in their mouth for helping feeding. It help in feeding. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ് റാഡുല.
അത് അവരുടെ മൗത്തിലാണുള്ളത്. ഫയല് പോലെയാണ്. അത് റാസ്പിംഗ് പറയുന്ന ഫുഡിനെ അങ്ങനെ പീസാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസിനെ പീസാക്കി മാറ്റുന്ന അവരുടെ മൗത്തിൽ കാണുന്ന സ്പെഷ്യൽ ഓർഗന്റെ പേരാണ് റാഡുല. ഏതിലുള്ളത്? മൊളസ്ക്. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഞാൻ എക്സാമ്പിൾ, അതിൽ എക്സാമ്പിൾ പൈല ഗ്ലോബോസ, നമ്മുടെ ഇവിടെയൊക്കെ പാഡി ഫീൽഡിൽ കാണുന്ന പൈല. ദെൻ പിങ്ടാഡ ഓർ പേളു ഈസ്റ്റർ, മുത്തുച്ചിപ്പി. ദെൻ ഒക്ടോപ്പസ്, നീരാളി. ലൊളിഗോ, സെപ്പിയ. These are the examples for mollusca. Then next phylum is Echinodermata, the phylum of starfish. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താ പഠിച്ചേ? യെസ്, ഒന്ന് ലാർവ അല്ലേ, ബൈലാറ്ററി സിമെട്രിക്, അഡൾട്ട് റേഡിയലി സിമെട്രിക്. വേറെ യെസ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ദാറ്റ് ഈസ് വി ആർ ഡിസ്കസിങ് ഹിയർ. സോ ദേ ഹാവ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. Most important feature of echinoderms is the presence of water vascular system for locomotion, food capture and transport, and respiration. ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ് അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതാണ് റെസ്പിറേഷന് അവർക്കുള്ളത്. ഇത് തന്നെയാണ് ഇര പിടിക്കാനും ആ ഭക്ഷണത്തെ ബോഡിയുടെ വിവിധ പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നത്. സോ ദേ ഹാവ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഫോർ ലോക്കോമോഷൻ, ഫുഡ് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ. ഒറ്റ ക്യാരക്ടർ. ദെൻ എക്സാമ്പിൾ ആസ്റ്ററിയാസ്. ആസ്റ്റർ എന്ന് പറഞ്ഞാല് സ്റ്റാറിലെ, അപ്പൊ സ്റ്റാർ ഫിഷ്, ആസ്റ്ററിയാസ്. ദെൻ എക്കൈനസ്, കടൽ ചേന. ദെൻ ആൻറ്റിഡൻ, കൂക്കുമേറിയ, കടൽ വെള്ളരിക്ക, എക്സെട്ര. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ്. Echinodermata, water vascular system. Examples are Asterias, Echinus or sea urchin, Antedon or sea lily, Cucumeria or sea cucumber, etc. The last phylum is phylum Chordata. Chordata. What are the basic features of Chordata? Chordata basic features എന്തൊക്കെയാ അറിയാലോ അല്ലേ? ഒന്നാമത്തെ presence of notochord. They have notochord during their embryonic stage. അവർക്ക് notochord ഉണ്ടായിരിക്കും. A hard supporting tissue present in the dorsal side. Then second is they have dorsal hollow single nerve cord. They have a single nerve cord present in their dorsal side, so it is a dorsal, and it is tubular, so it is hollow. ഉള്ളു പൊള്ളയായ ഡോർസൽ സൈഡിൽ കാണുന്ന ഒരു സിംഗിൾ നെർവ് കോഡാണ് അവർക്ക് ഉണ്ടാവുക. Then third is they have pharyngeal gill slits. On the two sides of their pharynx, they have openings called pharyngeal gill slits. So these are the basic features of chordata. Presence of notochord,
presence of dorsal hollow single nerve cord and presence of pharyngeal gill slits. ഈ മൂന്നെണ്ണാണ് അവയുടെ ബേസിക് ഫീച്ചേഴ്സ്. ഇതിൻ്റെ കൂടെ വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബേസിക് ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ ഫ്രം ദീസ് ഫീച്ചേഴ്സ് വി ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് chordata and other phylum. All other phyla are collectively called non-chordata. ഇത് കോഡേറ്റ്, ബാക്കിയുള്ള ഇതുവരെ നമ്മൾ പ്രതിപാദിച്ച ഫൈലൊക്കെ നോൺ കോഡേറ്റ. അങ്ങനെ അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ എന്തൊക്കെയായിരിക്കും വ്യത്യാസങ്ങൾ? അതാണല്ലോ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഉണ്ടാവും വ്യത്യാസം. കോഡേറ്റയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച്? ഒന്ന് നോട്ടോകോഡ് അല്ലേ. നോട്ടോകോഡ് ഈസ് പ്രസന്റ്. നോട്ടോകോഡ് ഉണ്ട്. ബട്ട് ഇൻ നോൺ കോഡേറ്റ നോട്ടോകോഡ് ഈസ് ആബ്സെന്റ്. നോട്ടോകോഡ് ഇല്ല. ഇനി രണ്ടാമത്തതും പറഞ്ഞ നെർക്കോഡ് അല്ലേ. ആ നെർക്കോഡാണ് അവരുടെ മെയിൻ നെർവ്, ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണത്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് സിംഗിൾ, ഇറ്റ് ഈസ് ഹോളോ and dorsal in position. So their central nervous system is single, hollow and dorsal. But in non-chordate അത് നമ്മൾ പഠിച്ചതാ. ഇതുപോലെയാണോ? അല്ല, ഇറ്റ് ഈസ് ഡബിൾ. പിന്നെ എവിടെയാണ്? വെൻട്രൽ ആൻഡ് ഇറ്റ് ഈസ് കോമ്പാക്ട്. ഡബിൾ, കോമ്പാക്ട് ആൻഡ് വെൻട്രൽ നെർവ് കോഡ്, അതാണ് അവർക്കുള്ളത്. എന്നാൽ കോഡേറ്റിൽ അത് സിംഗിൾ ആണ്, നോൺ കോഡേറ്റിൽ ഡബിൾ ആണ്. കോഡേറ്റിൽ അത് ഹോളോ ആണ്, എന്നാൽ മറ്റുള്ളതിൽ കോമ്പാക്റ്റ് ആണ്. അതേപോലെ കോഡേറ്റിൽ അത് ഡോർസൽ സൈഡിലാണ്, പക്ഷേ നോൺ കോഡേറ്റയിൽ വെൻട്രൽ സൈഡിലാണ്. നമ്മൾ അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ തേർഡ് ഈസ് ഗിൽ സ്ലിറ്റ്സ് അല്ലേ. their pharynx is perforated as gill slits. അവരുടെ ഫാരിങ്സിന്റെ രണ്ട് സൈഡിലും പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്സ് കാണാം. ആ ഓപ്പണിങ്സിനാണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുക. ഇവിടെയോ നോൺ കോഡേറ്റില് ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല. ദെൻ ഫോർത്ത്, ഹാർട്ട് ഉണ്ടോ? കോഡേറ്റിൽ നിങ്ങളൊക്കെ പെടുവല്ലേ. ഹാർട്ടിന്റെ പൊസിഷൻ എവിടെയാ? വെൻട്രൽ. സോ ഹാർട്ട് ഈസ് വെൻട്രൽ. നോൺ കോഡേറ്റിലോ ഹാർട്ട് ഉണ്ടോ? അർത്ഥവുമിലൊക്കെ ഹാർട്ടില്ലേ, ട്യൂബുലാർ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോക്രോച്ചിൽ ട്യൂബുലാർ ഹാർട്ട് ഒക്കെ നമ്മൾ പഠിച്ചതാ. Thus, if heart is present, that heart is dorsal. Heart is dorsal if it is present. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോർസൽ സൈഡിലായിരിക്കും, പക്ഷേ കോഡേറ്റിൽ ഹാർട്ട് ഉണ്ട്, അത് വെൻട്രലും ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് എ പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് പ്രസന്റ്. അവർക്ക് ഏനസിന് ശേഷം ഒരു ടെയിൽ ഉണ്ടാവും, അതിനാണ് പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറയുക. അത് നോൺ കോഡേറ്റിൽ ഇറ്റ് ഈസ് ആബ്സെന്റ്. സോ ദീസ് ആർ ദി 5 ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ. ഏതൊക്കെയാ ഒന്ന് പറഞ്ഞാൽ? നോട്ടോകോഡ് പ്രസന്റ്, ആബ്സെന്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ സിംഗിൾ, ഹോളോ ആൻഡ് ഡോർസൽ. മറ്റേത് ഡബിൾ, കോമ്പാക്ട് ആൻഡ് വെൻട്രൽ. ദെൻ ഫാരിങ്സ് ഈസ് പെർഫറേറ്റഡ് ഇൻ ടു ഗിൽ സ്ലിറ്റ്സ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ്, അവിടെ ആബ്സെന്റ്. ദെൻ ഹാർട്ട് ഈസ് വെൻട്രൽ, ഇറ്റ് ഈസ് ഡോർസൽ. ദെൻ പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ്, ആബ്സെന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുമോ? എങ്ങനെ ചോദിക്കുക?
ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻസ് എഴുതാൻ പറയും. അല്ലെങ്കിൽ ഇതിൽ കുറച്ചെണ്ണം തന്നിട്ട് നിങ്ങളോട് 2 ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറയും. എങ്ങനെയായാലും ഡിഫറൻസുകൾ അറിഞ്ഞിരിക്കുക. ഓക്കെ.